Romans chapter 12 verse 1. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. Therefore I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഇതാകുന്നു യോഗ്യവും സത്യവുമായ ആരാധന. ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തിന് മുമ്പിൽ സമർപ്പിതരായ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ദൈവം അത് സ്വീകരിക്കത്തുള്ളൂ. അതാണ് ഹാബേലിൻ്റെയും കയ്യിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിന് മുമ്പിൽ സ്വന്തമായി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയുടെ ആരാധന, സ്തോത്രം, സ്തുതികൾ ദൈവം സ്വീകരിക്കും. ആരാധിപ്പാനായി നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇവിടെ നമുക്ക് ലഭിച്ച ഒന്നും തന്നെയല്ല. പാപിയായിരുന്ന എന്നെ നിത്യജീവന്റെ ഉടമസ്ഥനാക്കി തീർത്തല്ലോ. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അന്യനായിരുന്ന എന്നെ സ്വന്തമാക്കി തീർത്തല്ലോ. ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കി തീർത്തല്ലോ. നിന്റെ സ്നേഹിതനാക്കി തീർത്തല്ലോ. നിന്റെ സഹോദരനാക്കി തീർത്തല്ലോ. നിന്റെ കാന്ത പ്രിയയാക്കി തീർത്തല്ലോ. ആ ചിന്ത നമ്മളെ കർത്താവിനെ സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. പിന്നെ എന്താണ് പ്രിയമുള്ളവരെ നമ്മെ പ്രേരിപ്പിക്കുന്നത്? അത് നമ്മുടെ വാക്കുകളിലൂടെ, അന്യഭാഷകളിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നതായി മാറുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമായ ആരാധനയായത് മാറുന്നത്. ഇന്ന് രാവിലെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവത്തോട് പറയാം, ദൈവമേ, എന്നെ രക്ഷിക്കാൻ ഉന്നതം വിട്ട് അങ്ങ് വന്നു. നിന്നെ സ്വർഗത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് എന്നോടുള്ള അങ്ങയുടെ സ്നേഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പറയാം, ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക. നീ മരിച്ച ക്രൂശിലേക്ക് എന്നെ ആകർഷിക്ക. ഈ ലോകത്തിലേക്കല്ല, ഈ ലോകത്തിന്റെ മോഹത്തിലേക്കല്ല, എന്നെ രക്ഷിച്ച അങ്ങയുടെ ക്രൂശിലേക്ക് എന്നെ ആകർഷിക്കാം. ഒന്ന് പാടാമോ? സോദരം, ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തിനത് പ്രസാദ. ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക, നീ മരിച്ച ക്രൂശിങ്കൽ. ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക, നിൻമുറിഞ്ഞ മാർവിങ്കൽ. എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ടു മണ്ണിൽ വന്ന കർത്താവേ, നിന്നെ സ്വർഗത്തിൽ നിന്നികെ കൊണ്ടു വന്നതു നിൻ സ്നേഹമേ. ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക, നീ മരിച്ച ക്രൂശിങ്കൽ. ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക, നിൻമുറിഞ്ഞ മാർവിങ്കൽ. കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിച്ച് പറയാം, കർത്താവേ, അങ്ങയുടെ ക്രൂശ് നിമിത്തം, അങ്ങയുടെ മക്കളായി തീരുവാൻ, അങ്ങയുടെ രക്തം നിമിത്തം എന്നെ വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ഒന്നുമില്ലാതിരിക്കെ എന്നെ അങ്ങ് തിരഞ്ഞെടുത്തല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അങ്ങയുടെ മാർഗത്തോട് എതിർത്ത് നിന്നപ്പോഴും അങ്ങനെ സ്നേഹിച്ചല്ലോ. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ പകർന്നല്ലോ. അങ്ങയോട് സംസാരിപ്പാൻ മക്കളെന്ന പദവി നൽകി തന്നല്ലോ. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞൊരാഴ്ച മുഴുവൻ സഭയായി ഞങ്ങളെ പരിപാലിച്ചു. വിവിധ അനുഭവങ്ങളുടെ നടുവിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയെങ്കിലും അതിന് നടുവിലും ധൈര്യത്തോടെ നിൽപ്പാൻ
അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ഉറപ്പിച്ച് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നടത്തിയതിനായി നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ കാത്തതിനായി നന്ദി. ഇന്ന് രാവിലെയും അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, അങ്ങേ ആത്മനിറവിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ഞങ്ങൾ നിത്യതയോളം കൊണ്ടെത്തിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. രാവിലെ ഞങ്ങളുടെ ദാസനിലൂടെ ഹൃദയമായി ഞങ്ങളോട് ഇടപെട്ടാട്ട് ഞങ്ങളുടെ ഹൃദയക്കണ്ണ് തുറക്കട്ടെ. ഉള്ളതുപോലെ അങ്ങ് കാണുവാൻ കൃപ ചെയ്യണമേ. അങ്ങ് ധന്യനായ ഏകാധിപതി, അങ്ങ് രാജാതിരാജാവ്, അങ്ങ് പരമാധികാരിയായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ സ്തുതിപ്പാൻ ബലപ്പെടുത്തിക്കാട്ടെ, ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. യാതൊരു മാനുഷിക ആലോചന ഇവിടെ ഉയരാതെ അങ്ങയുടെ ആത്മാവിൻ്റെ വെളിപ്പാട് അങ്ങയുടെ തിരുവെഴുത്തിലൂടെ ഞങ്ങൾക്ക് നൽകി തരണമേ. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കുന്നതിനായി നന്ദി. പ്രാർത്ഥകരോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 8-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 8. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനും അവനെ അണിയിച്ചിരിക്കുന്നു. ആടുകളെയും കാളുകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളൊക്കെയും ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹിം. അവൻ കാരണം, അവൻ മുഖാന്തരം, അവന് വേണ്ടിയാണ് നമ്മ ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ കർത്താരദാസൻ പറഞ്ഞതുപോലെ, ഞാനിവിടെ ആയിരിക്കുന്നത് ആരാധന ഇന്ന് രാവിലെ ഉള്ളത് കൊണ്ടല്ല, അവൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. I am here because he is here. നമ്മുടെ ഫോക്കസ് അവൻ മാത്രമാകട്ടെ. It's all about him. It's all about him. അതായി സങ്കീർത്തനം പറയുന്നത്, നീ, നിന്റെ നാമം, നിന്റെ പ്രവൃത്തികൾ. നീ, നിന്റെ നാമം, നിന്റെ പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നിന്റെ നാമം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ എത്ര ശ്രേഷ്ഠവാനാണ്. സങ്കീർത്തനക്കാരൻ അത് പറയുമ്പോൾ ഒരു സങ്കീർത്തനം എഴുതാൻ വേണ്ടി പറയുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആരാധന ഉള്ളിൽ നിന്ന് വരണം. ഇന്ന് രാവിലെ പാട്ട് പാടുമ്പോൾ പാട്ടിന്റെ ഭംഗി നോക്കരുത്, ഉള്ളിൽ നിന്ന് വരണം. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തോട് സംസാരിക്കണം. എന്നിട്ട് പറയണം, ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. We love you, Lord. സ്നേഹത്തിൽ നിന്നുരുത്തിരിയുന്ന സ്തോത്രം, സ്തുതികൾ, ആരാധനയായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയെ നമ്മെ തന്നെ സമർപ്പിച്ച് മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മെ ഇടവരുത്തട്ടെ. സമർപ്പണത്തോടെ ഈ ഗാനം പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും നീജരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീജരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള
Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Praise you, Lord. Hallelujah, hallelujah, hallelujah. We praise you, we praise you, we praise you, we praise you. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ടിലെ ഒരു സ്റ്റാൻസ എന്നെ എപ്പോഴും ദൈവസനിൽ ധൈര്യത്തോടെ നിർത്തുമാറാക്കുന്ന ഒരു വിഷയമാണ്. നാം നമ്മിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറവുകൾ കാണാം. പക്ഷെ ഇവിടെ പറയുന്നത്, ജനകനുടെ വലം അമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്ത് ജീവിക്കുന്നവർ. നാം നമ്മുടെ റൈച്ചസ്നെസ്സിലല്ല ഇവിടെ വന്നേക്കുന്നേ, ക്രിസ്തുവിൻ്റെ നീതിയുടെ വസ്ത്രം ഉടുപ്പിക്കപ്പെട്ടവരായി നാം ഇവിടെ നിൽക്കുമ്പോൾ ഒരു ശത്രുവിനും നമ്മെ കുറ്റം പറയാൻ കഴിയില്ല. ഒരു പിശാചിനും നമ്മെ കുറ്റം പറയാൻ കഴിയുന്നില്ല. ഒരാൾക്ക് നമ്മുടെ നേരെ വിരൽ ചൂണ്ടാൻ കഴിയത്തില്ല. കാരണം നാം നീതിയുടെ വസ്ത്രത്താൽ ചുറ്റപ്പെട്ടവരാണ്. അത് നമ്മുടെ നീതിയല്ല, ക്രിസ്തുവിന്റെ നീതി. The righteousness of Christ. ക്രിസ്തുവിന്റെ നീതി. മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിന് നേരെ അവന് അഴുക്കുണ്ട് എന്ന് പറഞ്ഞ് പിശാച് കുറ്റം പറഞ്ഞപ്പോൾ കർത്താവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അവന്റെ വസ്ത്രം മാറ്റുക, അവരെ നീതിയുടെ വസ്ത്രം ഉടുപ്പിക്കുക. അതൊരു ചിത്രമായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നീതിയുടെ വസ്ത്രം ധരിച്ചവർ നമ്മളാ. ഹല്ലേലൂയ. ആ ഒരു സ്റ്റാൻസ് കൂടെ ഒന്ന് പാടാവോ? ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ, പ്രത്യാശയോടെ. ജനകനുടെ വലം അമർന്നു നീ ഞങ്ങൾക്കായി, ജനകനുടെ വലം അമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി ഹല്ലേലൂയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പദ്യേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പദ്യേശുവേ. Hallelujah, 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 hallelujah. Thank you, Lord. We worship you, we worship you, we worship you. അങ്ങേ മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങേ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ മാത്രം ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ മാത്രം ഞങ്ങൾ ഉയർത്തുന്നു. Hallelujah, we praise you, we praise you, Lord. ഈ സ്റ്റാൻസ, ഈ പാട്ടും കൂടെ നമ്മൾ പാടുമ്പോൾ ഓരോ വരിയും ഒന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ സാക്ഷ്യമാണ്, അത് പാട്ടായി പാടുന്നത് മാത്രമേ ഉള്ളൂ. ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രം പാടിയിടും, 1000 സ്തുതികൾ ഞാൻ കരയേറ്റിടും, സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവ് നിന്നെ വാഴ്ത്തും. വേറെ ഒന്നും ഞാൻ പറയില്ല. ഹല്ലേലൂയ. ജയിലിലാണെങ്കിലും, സ്വതന്ത്രനാണെങ്കിലും, സമ്പത്തുള്ളപ്പോഴും, ദാരിദ്ര്യത്തിലാണെങ്കിലും, രോഗമുള്ളപ്പോഴും, സൗഖ്യമാകുമ്പോഴും, പീഡനം വർദ്ധിക്കുമ്പോഴും, എല്ലാം സമാധാനമായി പോകുമ്പോഴും ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തും. ഹല്ലേലൂയ. ആത്മാവിന്റെ പ്രവർത്തനത്തെ തടയുവാൻ ആർക്കും കഴിയില്ല. തടയപ്പെടുന്നുണ്ടെങ്കിൽ അത് ആത്മാവല്ല. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏതു സമയത്തും എനിക്ക് ദൈവത്തെ വാഴ്ത്താൻ കഴിയും. In spite of the circumstances that I go through, I still worship God because of who He is. അവൻ ആരായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ് എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും, സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവ്
നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് ഹല്ലേലൂയ പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. പാപച്ചെളിയിൽ നിന്നു വീണ്ടെടുത്തന്നെ പറയാം ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി നീ. പാപച്ചെളിയിൽ നിന്നു വീണ്ടെടുത്തന്നെ പറയാം ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി നീ. എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം. എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം. സ്വന്തയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. സ്വന്തയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് ഹല്ലേലൂയ we praise you Lord. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ. എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്വന്തയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. സ്വന്തയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് ഹല്ലേലൂയ നിനക്ക് സ്തോത്രം പാടും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ നിനക്ക് സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാമത്തിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഓ സന്താപകാലത്തും സന്തോഷകാലത്തും സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാവും എന്നെ വാഴ്ത്തുമേ. എപ്പോഴും എന്റെ നാവും എന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നീ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് സ്തുതിക്ക് യോഗ്യനായവൻ, സ്തോത്രത്തിന് യോഗ്യനായവൻ, പ്രശംസയ്ക്ക് യോഗ്യനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങേ അറിയാതെ പോയ പാതയിൽ അങ്ങയുടെ സ്നേഹം എന്നെ തേടി വന്നതോർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. മക്കളല്ലാതിരുന്ന എന്നെ മക്കളാക്കി തീർന്നതോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി മധ്യസ്ഥനായി ദൈവസന്നിധിയിൽ ഉള്ളതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നല്ല ആലോചനക്കാരനായി അങ്ങയുടെ ആത്മാവിൽ എന്റെ കൂടെ ഉള്ളതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. We praise you, we praise you, we praise you, we praise you. Amen, 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 amen. നമ്മെ തന്നെ സമർപ്പിച്ച് ആരാധന മനോഭാവത്തോടുകൂടി തന്നെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ വേവിച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം സ്തോത്രം. Praise you, 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 praise you. Hallelujah, 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 hallelujah. സ്തോത്രം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. യെസ് ലോർഡ്, നൽകി തരണമേ. ഹല്ലേലൂയ. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. Yes.
യെസ് ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. യെസ് ലോർഡ്. യെസ് ലോർഡ്. യെസ് ലോർഡ്. ഹല്ലേലൂയ. Praise you, praise you, praise you, praise you. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Yes. Amen, amen, amen. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്തൃദാസന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവമേ, ഞാൻ നിനക്ക് സ്തോത്രം പാടുക. സമുദായ സഭകൾ 1000 സ്തുതി ഒന്നിച്ച് പറഞ്ഞ് തീർക്കുന്നവരല്ലത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി പാട്ട് നിന്നാലും സ്തുതി നിൽക്കരുത്. പാട്ട് നിന്നാലും സ്തുതി നിൽക്കരുത്. പ്രാർത്ഥിക്കുന്നതും പാട്ട് പാടുന്നതും വചനം കേൾക്കുന്നതും എല്ലാം ഒരു ആരാധനയാണ്. So keep on worshiping Him and sit in the attitude of worship. Before going further, I request our little ones to come forward. എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ come on. Ephesians 4, verse 2. Always be humble and gentle, be patient, and accept each other with love. Colossians 1, verse 10. So as to walk in a manner worthy to the Lord, fully pleasing to Him, bearing fruit in every good work, and increasing in the knowledge of God. Do not be wise in your own eyes. Fear God and depart from evil. It will be health to your flesh and strength to your bones. Psalms 37 and 8. Galatians 5, verse 1. It is for freedom that Christ has set you free. Stand firm then, and do not let yourselves be burdened again by a yoke of slavery. Galatians 5, verse 1. It is for freedom that Christ has set you free. Stand firm then, and do not let yourselves be burdened again by a yoke of slavery. Seeing that His divine power has granted us everything pertaining to life and godliness, through the true knowledge of Him who has called us by His own glory and excellence. 2 Peter chapter 1, verse 3. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങൾ ദാസൻ പാസ്റ്റർ സേബിയർ ജെയിംസ്, ഞാൻ പറഞ്ഞല്ലോ ഈ വീക്കെൻഡിൽ ഞാൻ ന്യൂയോർക്കിനെ കടന്നു പോകുന്നു. അവിടെ കോർണർ സ്റ്റോൺ ചർച്ച്, ഇപ്പോഴതിൻ്റെ പേര് അങ്ങനെയാണ്. നേരത്തെ വേറൊന്നായിരുന്നു, മറന്നുപോയില്ല. നിങ്ങളെപ്പോഴല്ലോ, ഞാൻ ഇച്ചിരി പ്രായമൊക്കെ ചെന്നില്ലയോ. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ദേവദാസനെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ആ ദൈവസേവനം നിൽപ്പാൻ കർത്താവ് ഇടയാക്കി. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. നാട്ടിൽ ഒന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിലെ ഞങ്ങളുടെ വേലക്കാട് മീറ്റിങ്ങിനും മറ്റു ശുശ്രൂഷകൾ വന്നിട്ടുണ്ട്. തൻ്റെ മകൻ അന്നവിടെ മൂത്ത ആളായിരുന്നു, അല്ലയോ, നോയിഡയിലായിരുന്നു.
ആ പ്രിയപ്പെട്ട ഇപ്പം അവരെ ഒന്നും കണ്ടാൽ അറിയത്തില്ല, ആരാണെന്ന് പോലും ഓർക്കുന്നു, കാണുന്നില്ല, മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി പ്രത്യേക ഉപദേശം നിൽക്കുന്ന ഒരു ദൈവദാസനാണ്. യൂട്യൂബിലോ അവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവൃതിയായി നിവർത്തിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നാം ആയിരിക്കും. ഇപ്പോൾ ചിക്കാഗോയിലാണ്, അടുത്ത ദിവസം നാട്ടിൽ പോകും. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനായ പാസ്റ്റർ മാത്യു ഉമ്മൻ, പ്രിയപ്പെട്ട സഹോദരി, മാന്യ ദൈവദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. പ്രിയ പാസ്റ്ററോടൊപ്പം വീണ്ടും ഒരു കൂട്ടായ്മ ലഭിച്ചതിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇയാൾ എങ്ങനെ ഉണ്ടെന്നറിയാൻ. എന്നെനിക്കറിയാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ 2 ആൺമക്കളുണ്ട്. 2 ആൺമക്കളുടെ കുടുംബവും ഇന്ന് ഈ സ്ഥലത്തുണ്ട്. ഇളയ മകൻ്റെ ഭാര്യ, ഞങ്ങളുടെ മോളുടെ ഗ്രാജുവേഷനായിരുന്നു ഇന്നലെ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഷിക്കാഗോയിൽ നിന്നും. മോളുടെ മാതാപിതാക്കളും അവളുടെ ഏക സഹോദരനും ഭാര്യയും ഇന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. അവർക്ക് പ്രത്യേക വന്ദനം പറയുന്നു. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കും. ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 11. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ നാവിൽ നിന്നും മനഃപൂർവ്വമായി സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. ഷാറാമ സന്ധര ദിമാനാസിയ. പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ അങ്ങയുടെ വിലപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. വചനം ഞങ്ങൾക്ക് വിഭാഗിച്ച് തരണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ. മറ്റ് 3 സുവിശേഷകരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് യോഹന്നാൻ. യോഹന്നാൻ്റെ ഭാഷാശൈലി വ്യത്യാസമാണ്. യോഹന്നാൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്. യോഹന്നാന് യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാടും വ്യത്യസ്തമാണ്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു പാഠം പഠിക്കാം. ആര് കർത്താവിനോട് ചേർന്നിരിക്കുന്നുവോ അവർക്ക് മറ്റാർക്കും കിട്ടാത്ത വെളിപ്പാട് ലഭിക്കും. രക്തം ജയം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോഴേ നിങ്ങൾ വിചാരിച്ചാണ്, ഞങ്ങൾ കേട്ട് മടുത്ത പ്രസംഗം ഇയാൾ പ്രസംഗിക്കാൻ പോവുകയാണ്. അടയാളങ്ങളുടെ ആരംഭം. മറ്റു 3 സുവിശേഷകരും 17 തൊട്ട് 21 അത്ഭുതങ്ങൾ വിവരിക്കുമ്പോൾ യോഹന്നാൻ 7 അത്ഭുതങ്ങളെ പറയുന്നു. എൻ്റെ കണക്കിൽ 8. ഞാൻ അവസാനം പറയാം. പൊതുവിൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 7. അപ്പം യോഹന്നാന് യേശു ചെയ്ത അത്ഭുതങ്ങളിലൂടെ അത്ഭുതത്തിൻ്റെ മഹത്വമല്ല വെളിപ്പെടുത്തേണ്ടിയിരുന്നത്, യേശുവിൻ്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തിയത്. നാം ആ വായിച്ച വാക്യത്തിൻ്റെ ഘടന തന്നെ നോക്കിക്കോളൂ. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നമുക്ക് യേശുവിൻ്റെ അത്ഭുതങ്ങളോടാണോ താല്പര്യം, അതോ യേശുവിൻ്റെ മഹത്വത്തിനോടാണോ താല്പര്യം? നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതവും സംഭവിച്ചില്ലെങ്കിലും രക്ഷിക്കപ്പെട്ടത് മഹാത്ഭുതമായതുകൊണ്ട് ഈ കർത്താവിനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. പാസ്റ്റർ മാത്യു ഉമ്മനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുവിശേഷ താല്പര്യവും ആരോഗ്യം നോക്കാതെയുള്ള തൻ്റെ അധ്വാനവും ദൈവദാസന്മാരോടുള്ള തൻ്റെ സ്നേഹവും
ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വിചിത്രമായ ബന്ധമാണ്. അദ്ദേഹം ഒത്തിരി ഫലിതം പറയുന്ന ആളാണല്ലോ. ഞാനാണ് തീരെ ഫലിതം പറയത്തുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇദ്ദേഹവുമായിട്ടൊരു ആത്മാവിലൊരു ക്ലാഷ് ഉണ്ടാവും യോഗസ്ഥലത്ത് വെച്ചെന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ന്യൂയോർക്ക് IPAയിൽ ശുശ്രൂഷിക്കാൻ പോയത്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. പക്ഷേ വലിയ ആഴമേറിയ ആത്മബന്ധമായി അത് മാറാൻ കർത്താവ് സഹായിച്ചു. I honor your life. I honor all that you do for the Lord. അടയാളങ്ങളുടെ ആരംഭം. എന്താണ് ഈ അടയാളത്തിൻ്റെ വിശേഷത? നമുക്ക് യേശുവിൻ്റെ ചലനങ്ങളുടെ പ്രകാശനമാണ് സുവിശേഷത്തിൽ കാണുന്നത്. ഇന്ന് മുതൽ നിങ്ങൾ ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിലൊന്ന് വായിച്ചാൽ കുറെ കൂടെ ഉൾക്കാഴ്ച ലഭിക്കും കർത്താവിനെ കുറിച്ച്. എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എഴുത്തുകാരൻ? നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വെള്ളമൊന്നും വീഞ്ഞായിട്ടൊന്നുമില്ല. വെള്ളം വീഞ്ഞാക്കിയ ഒരു ഉപദേശിയും ഞാൻ കണ്ടിട്ടേ ഇല്ല ഇന്ന് വരെ. അപ്പം പിന്നെ എന്തിനാണ് ഈ സംഭവം നമ്മെ പരിചയപ്പെടുത്തുന്നത്? അപ്പം അതിന് പിന്നിൽ ഒരു വലിയ പാഠമുണ്ട്. എന്താണ് ആ പാഠം? രക്തത്താൽ ജയം. ഈ വെള്ളം എപ്പോഴാണ് വീഞ്ഞായി മാറിയതെന്ന് നമുക്കറിയത്തില്ല, പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ പറയാത്തതൊന്നും സ്വന്തമാക്കി പറയാൻ പ്രസംഗകർ ഉത്സാഹിക്കാൻ പാടില്ല. തിരുവെഴുത്ത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ തിരുവെഴുത്തുമായി യോജ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഗൗരവകരമായ ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്. നമുക്കറിയാം, ഇന്ന് പുസ്തകവുമായി ബന്ധമില്ലാത്തതാണ് നാം കേൾക്കുന്നതിൽ ഭൂരിപക്ഷം പ്രസംഗങ്ങൾ. വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണത്. അപ്പം എന്താണ് ഇവിടുത്തെ സന്ദേശം? വെള്ളം വീഞ്ഞാവുന്നു. മുന്തിരി വീഞ്ഞായി വരാൻ എത്ര കാലമെടുക്കും? ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഏറ്റവും നല്ല മുന്തിരി വീഞ്ഞായി വരാൻ കുറഞ്ഞത് 18 മാസം വേണം. ശ്രദ്ധിക്കൂ, 18 മാസം കൊണ്ട് സംഭവിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ നാം സേവിക്കുന്ന കർത്താവിന് കഴിയും. ദീർഘവർഷങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ നേടുന്നത് ഒരു നിമിഷം കൊണ്ട് നേടാൻ എൻ്റെ കർത്താവിന് കഴിയും. മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടല്ല അവന് നന്മ ഉണ്ടാകുന്നത്, ദൈവത്തിൻ്റെ ദാനം കൊണ്ടാണ് നന്മ ഉണ്ടാകുന്നത്. രക്തത്താൽ ജയം, സമയത്തിൻ്റെ മേൽ തനിക്കുള്ള അധികാരം. ഞാൻ 7 പാഠങ്ങൾ വേഗത്തിൽ പറയാം. പാസ്റ്റർ എന്നെ നേരത്തെ അറിയിച്ചു 1 മണിക്കൂർ പ്രസംഗിക്കണമെന്ന്. മലയാള സഭയിലൊക്കെ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ എനിക്ക് അറിയില്ല, ഇവിടെ 1 മണിക്കൂറാണ് പ്രസംഗ സമയം. ശ്രദ്ധിക്കൂ, ഹിസ് അതോറിറ്റി ഓവർ ടൈം ആൻഡ് ക്വാളിറ്റി. ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് പുതിയ മനുഷ്യനാക്കാൻ കഴിയുന്ന ഏക മാർഗം ക്രിസ്തു മാർഗമാണ്. രക്തത്താൽ ജയം എഴുതി തള്ളിയതിനെ ശ്രേഷ്ഠമാക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇന്ന് പകലിരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഓർമ്മ വരുന്ന ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഞങ്ങളുടെ വീട് നാട്ടിൽ എറണാകുളത്താണ്. കണ്ണൂരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനും അവൻ്റെ അപ്പനും കൂടെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഇപ്പോൾ അവൻ ഇവിടെ ഫ്ലോറിഡയിലുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നെ കാണാൻ വന്നത്? നേരത്തെ വിളിച്ച് പറഞ്ഞു വരുന്നു എന്ന്. അപ്പോൾ അവൻ്റെ അപ്പം പറഞ്ഞു, പാസ്റ്റർ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ തോന്നി, പാസ്റ്ററുടെ അടുത്ത് എൻ്റെ മോനുമായിട്ടൊന്ന് വരണം. അവൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് 8 ആണ്ടായി. 20-ലേറെ പേപ്പറുകൾ അവന് നഷ്ടപ്പെട്ടു. അവന് ഈ ന്യൂ ജനറേഷൻ
പരിപാടിക്കൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കണ്ട, പഠിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത്ഭുതം ചെയ്യും എന്നും പറഞ്ഞ് പഠിക്കത്തേയില്ല, യോഗത്തിന് പോവും. അങ്ങനെ ഉള്ള പേപ്പറെല്ലാം പോയി. അടുത്ത ചാൻസ് അവൻ്റെ ലാസ്റ്റ് ചാൻസാണ്. അതോടെ അവൻ എഴുതി പഠിച്ച സിലബസിലുള്ള പരീക്ഷ ഇല്ലാതാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഗൗരവം? ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ 24 ഞാൻ മറന്നുപോയി. പ്രശാന്ത് എന്നാണ് അവൻ്റെ പേര്. അവൻ അനുവദിച്ചിട്ടാണ് അവൻ്റെ പേര് പറയുന്നത് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവൻ ഇത് മുഴുവൻ ജയിക്കാൻ പോവുകയാണ്. അവനങ്ങ്, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ, എ ഡിഫീറ്റഡ് മാൻ, എ മാൻ ലോസ്റ്റ് ഹിസ് ഹോപ്പ്. നാളെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. ഇതുവരെ ജയിക്കാത്ത ഇത്രയധികം പേപ്പർ ഒന്നിച്ച് ജയിക്കും. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ദൈവാത്മാവ് എന്നോട് നിന്നോട് പറയാൻ പറഞ്ഞതാണ്. ഇവൻ മടങ്ങിപ്പോയി. ഞാൻ വളരെ ഫോളോ അപ്പ് ചെയ്യുന്നൊരു ഉപദേശിയാണ്. ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ ഞാൻ ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. എല്ലാ പേപ്പറിൻ്റെയും അന്ന് രാവിലെ ഞാൻ അവനെ വിളിച്ച് പ്രാർത്ഥിക്കും. യോഗം കഴിഞ്ഞ്, പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ച് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഈ പരീക്ഷ ജയിക്കത്തേയില്ല. ഇറ്റ് വാസ് സോ ഹാർഡ്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് നിന്നോട് പറഞ്ഞതല്ലേ. നിങ്ങളറിഞ്ഞ എന്താ സംഭവിച്ചെന്ന്? പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അവൻ പാസ്സായി, എല്ലാ പേപ്പറിനും പാസ്സായി. ഈ ലാസ്റ്റ് പരീക്ഷയ്ക്ക് സിലബസിൽ നിന്ന് പുറത്തായിരുന്നു ചോദ്യങ്ങൾ. അതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും അവർ മാർക്ക് കൊടുത്തു. അവൻ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തു. അതുകൊണ്ട് അവൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആ പേപ്പറിനാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഗോഡ് വർക്ക്സ് ഇൻ മിറാക്കുലസ് വേയ്സ്. കർത്താവിൻ്റെ അത്ഭുത വഴികൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സമയത്തിൻ്റെ മേൽ തനിക്ക് അധികാരമുണ്ട്. ഒന്നാമത്തെ പാഠം. അടുത്ത പാഠം, രണ്ടാമത്തെ അത്ഭുതം, 4-ാം അധ്യായം 52-ാം വാക്യം വായിക്കാമോ? ചാപ്റ്റർ 4 വേഴ്സ് 52. ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. ഈ സംഭവങ്ങൾ അറിയാവുന്നുണ്ട്. സംഭവത്തിൻ്റെ വർണ്ണനയൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നലെ ഈ മനുഷ്യൻ കർത്താവിനെ കണ്ട സമയം, കർത്താവിനെ ഈ മനുഷ്യൻ എപ്പോൾ കണ്ടു, അപ്പോൾ അങ്ങ് ദൂരെ സൗഖ്യം സംഭവിച്ചു. രക്തത്താൽ ജയം. ജീസസ് ഹാസ് അതോറിറ്റി ഓവർ സ്പേസ്. ഇന്ന് പകൽ നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു അത്ഭുതം ചെയ്യാൻ ഞാൻ സേവിക്കുന്ന കർത്താവിന് കഴിയും എന്ന ബോധ്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രക്തത്താൽ ജയം. ഏത് സ്ഥലത്തിരുന്നാലും ഏത് സമയത്തിരുന്നാലും ഇന്ന് പകലിലും നമുക്കൊരു നിർണയമുണ്ടാകണം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരു ദൈവമുണ്ട്. സ്ഥലകാലങ്ങൾക്കപ്പുറത്താണ് തൻ്റെ പ്രവൃത്തിയുടെ ശക്തി. ആ ശക്തിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെന്നോട് പരിഭവിക്കല്ലേ. ഈ വിശ്വാസികൾ എന്ന് പറയുന്നത്, വിശ്വാസികൾ എത്ര പേരുണ്ടെന്ന് എനിക്ക് സംശയമാണ്. വിശ്വാസികൾ, those who trust in the Lord completely. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അറിയാം ആശ്രയത്തിൻ്റെ വില എത്രയുണ്ടെന്ന്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അറിയാം ആശ്രയം എത്രമാത്രമുണ്ടെന്ന്. പ്രതിസന്ധികളിൽ കേവലം സാധാരണ മനുഷ്യരെ പോലെ പ്രതികരിക്കുന്നവരാണ് മിക്കവാറും വിശ്വാസികൾ. അവരെ വിശ്വാസികളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. നോക്കൂ, രാജഭൃത്യന് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അവനോട് പറയുകയാണ് കർത്താവ് അവനോട് പറഞ്ഞ വാക്ക് നോക്കൂ, 49-ാമത്തെ വാക്യം.
കർത്താവ് വന്നാലേ എന്തെങ്കിലും നടക്കൂ എന്നാണ് ഈ മനുഷ്യൻ്റെ ഒരു ധാരണ. ശരിയായ ധാരണയാണ് അല്ലേ? കർത്താവ് വന്നാലെല്ലാം നടക്കൂ. കർത്താവ് വരണ്ടേ? കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്? യേശു അവനോട് പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അടുത്ത വാക്യമാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ വാക്യം. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു, ആ മനുഷ്യൻ പോയി. ഇന്ന് പകലിലും നമുക്ക് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രിയച്ചാൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 21 ദിവസം ഉപവസിക്കുമ്പോൾ എൻ്റെ ഉപവാസത്തിൻ്റെ ഓരോ ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കുമ്പോൾ ഞാനൊരു വെളിപ്പാട് കാണുകയാണ്. എൻ്റെ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നൊരു പകലായി മാറണം. നോക്കൂ, കാലവും ആവർത്തനങ്ങളും ആത്മീയ ജീവിതത്തിലെ അഭിനയങ്ങളും വഞ്ചനകളും നമ്മുടെ വിശ്വാസത്തെ സംശയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നടുവിൽ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഇനി ഒരു അനുഭവം പെട്ടെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കും. ഈ ജൂൺ 6 കാനഡയിലുള്ള ഒരു പയ്യൻ, അവനെ ഞാൻ നാട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് കാനഡയിൽ വിട്ടതാണ് പഠിക്കാൻ. ജീവിത സാഹചര്യമൊന്നുമില്ല, വളരെ സാധാരണക്കാരൻ. അവൻ്റെ കോഴ്സ് കഴിഞ്ഞു, അവന് വർക്ക് പെർമിറ്റിലായിരുന്നു. അവൻ്റെ വർക്ക് പെർമിറ്റ് ഈ ജൂൺ 16 തീരും. ഈ ജൂൺ 16 തീരുമായിരുന്നു. അവന് വീസ കിട്ടിയിട്ടില്ല. ഈ സ്റ്റുഡൻസിൻ്റെ വീസ പരിഗണനയില്ല കനേഡിയൻ ഗവൺമെൻറ്റിന്. ജൂൺ 6 അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, പാസ്റ്ററെ 10 ദിവസമേ ഉള്ളൂ, 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകണം. ജെഫ് എന്നാണ് അവൻ്റെ പേര്. എൻ്റെ പിതാവ് സമുദായത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നൊരു ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്യുമെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. ജൂൺ 10 ഒരനക്കവുമില്ല. അവനങ്ങ് വിളിച്ചങ്ങ് കരയാൻ പോവുക, പാസ്റ്റർ നാട്ടിൽ ലോണുണ്ട്, വീട്ടിൽ വേറെ ഒരു സൗകര്യമില്ല, തിരിച്ചു പോകേണ്ടി വരുമല്ലോ. ഞാൻ പറഞ്ഞു, എടാ കുഞ്ഞെ, നിന്നോട് കർത്താവ് പറഞ്ഞല്ലേ. ഞാനും എൻ്റെ ഭാര്യയും മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളെ അപമാനിക്കല്ലേ, ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് ആ ചെറുക്കൻ്റെ മനസ്സിൽ കയറിയാൽ അവന് ദൈവത്തിലുള്ള വിശ്വാസവും ഇല്ലാതാവും. ജൂൺ 12 ക്യാൻ യു ബിലീവ് ഇറ്റ്? 3 കൊല്ലങ്ങൾക്ക് ശേഷം ജൂൺ 12 13 കനേഡിയൻ ഗവൺമെൻറ് സ്റ്റുഡൻസ് വർക്ക് പെർമിറ്റിലുള്ളവർക്ക് വേണ്ടി വീസ ലോട്ടിട്ടാണ് കൊടുക്കുന്നത്. ആ ലോട്ടിനകത്ത് ജെഫിൻ്റെ പേര് വരാതിരിക്കാൻ പറ്റില്ല. രക്തം ജയം. ഇന്ന് പകലിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വലിയവനായൊരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടി സ്ഥലകാലങ്ങൾക്കപ്പുറത്ത് ഈ പകലിൽ വിശ്വാസത്താൽ കാണാൻ കഴിയുമോ? അങ്ങ് ദൂരെ രാജഭൃത്യൻ വാക്ക് വിശ്വസിച്ചു പോയപ്പോൾ തന്നെ അവിടെ അത്ഭുതം നടന്നു കഴിഞ്ഞു. ഈ പകൽ നീ പ്രാർത്ഥനാ മുറിയിൽ പോരാടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തി കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രക്തം ജയം. God is so faithful. കർത്താവിനെ യഹോവയിൽ ആശ്രയിക്കുകയും, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്യം അത്, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളതാണ്. We are the blessed people of God. എൻ്റെ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിയിലും നീ തളർന്നു പോകാൻ അനുവദിക്കാത്ത വലിയവനായ കർത്താവിനെയാണ് നീ സേവിക്കുന്നത്. രക്തത്താൽ ജയം. സോ ഒന്നാമത്തെ പാഠം, ഹി ഹാസ് അതോറിറ്റി ഓവർ ടൈം. രണ്ടാമത്തെ പാഠം,
He has authority over space. Thank you for listening carefully. മൂന്നാമത്തെ പാഠം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 7 അത്ഭുതങ്ങൾ നാം വേഗത്തിൽ ചിന്തിച്ചു പോവുകയാണ്. എന്താണ് ഈ മനുഷ്യനെ സൗഖ്യമാക്കിയതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം? 38 ആദ്യം ഇറങ്ങുന്നൊരു സൗഖ്യം, ഇതൊക്കെ നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങൾ. ആരാമാൻ പറഞ്ഞു കറക്റ്റ് ആൻസർ. ശബത്തിൻ്റെ മേൽ കർത്താവിനുള്ള അധികാരം. എല്ലാ നിയമത്തിനും മേലാണ് യേശുവിൻ്റെ അധികാരം. ഏത് നിയമത്തെയും മാറ്റി എഴുതാൻ കഴിവുള്ള വലിയവനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിനക്കെതിരായി നിൽക്കുന്ന നിയമങ്ങൾ മാറ്റാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇതിനെല്ലാത്തിനും പെട്ടെന്ന് എൻ്റെ അനുഭവത്തിലെ ഓരോ കാര്യങ്ങൾ ദൈവാത്മാവിനെ ഓർമ്മിപ്പിക്കാം. 2003 ഞാൻ IPC അഹമ്മദി ചർച്ചിൻ്റെ കൺവെൻഷൻ പ്രസംഗിക്കാൻ കുവൈറ്റിൽ പോയി. 2-ാമത്തെ ദിവസത്തെ പ്രസംഗം, ഞാൻ അതിനുശേഷം ആ മെസ്സേജ് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ലുക്ക് ബിയോണ്ട്, പത്രോസിൻ്റെ 2-ാം ലേഖനത്തെ ആശ്രയിച്ചുള്ള ഒരു പ്രസംഗമായിരുന്നു. മെസ്സേജ് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഇൻക്രിമെൻ്റ് കിട്ടാതായിട്ട് 3 ആണ്ടായി, ഒരു ശമ്പള വർധനവുമില്ല. അവളിപ്പോൾ അമേരിക്കയിൽ എവിടെയോ ഉണ്ട്. ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആ കൊച്ച് 3-ാമത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഒരു ലെറ്റർ കാണിച്ചു. അതിൻ്റെ ഒരു കോപ്പി ഇന്നും നാട്ടിൽ എൻ്റെ ഫയലിനകത്തുണ്ട്. പ്രാർത്ഥിച്ച അതേ സമയത്ത് ഒരു ഫാക്സ്ഡ് ഓർഡർ അവളെ ഇൻക്രിമെൻ്റ് റിലീസ് ചെയ്തുകൊണ്ടുള്ള, പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഏത് നിയമത്തെയും അതിജീവിക്കുന്ന ദൈവശക്തി. യേഹാഷുഖൂറിയാന്തന, ഒരു നിയമത്തിനും ഒരു ദൈവ പൈതലിനെ ഒതുക്കാൻ കഴിയുകയില്ല. ദൈവസഭയെ ഒതുക്കാൻ ഒരു നിയമത്തിനും കഴിയുകയില്ല. ഒരു ദൈവ പൈതലിൻ്റെ വിളിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ആമേൻ. എല്ലാ നിയമങ്ങൾക്കും മേലായി വർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇല്ല, ഞങ്ങൾ തോറ്റുപോകയില്ല. ഞങ്ങളുടെ രാജാവ് വാഴുകയാണ്. The Lord reigneth. The Lord reigneth. കർത്താവ് വാഴുന്നു. ഇന്ന് പകൽ നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നും നിങ്ങൾ ഓർത്തില്ലേലും എൻ്റെ കർത്താവ് വാഴുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വാഴുന്നു. രക്തത്താൽ ജയം. വേഗത്തിൽ 4-ാമത്തെ അത്ഭുതത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ എഴുതാനാണ് ഞാനിത് ആവർത്തിക്കുന്നത്. എനിക്ക് വളരെ നിർബന്ധമാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ സന്ദേശം എഴുതണമെന്ന്. പവർ ഓവർ ടൈം, പവർ ഓവർ സ്പേസ്, പവർ ഓവർ ലോ. 4-ാമത്തത് 6-ാമത്തെ ആയം 13-ാമത്തെ വാക്യം. മതി. ഈ അത്ഭുതമൊക്കെ അറിയാം. നമ്മുടെ ഒന്നും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്ഭുതമൊന്നും നടക്കത്തില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ഇങ്ങനൊരു മാസ്മരിക ലോകത്തിൽ ആളുകളെ കൊണ്ടുവന്ന് നിനക്ക് ഇന്ന് രാത്രി അത്ഭുതം നടക്കും, അതൊക്കെ വെറുതെയാ. പക്ഷെ ഇതിനകത്ത് നാം പഠിക്കുന്ന പാഠം എന്താണ്? ഹിസ് അതോറിറ്റി ഓവർ ക്വാണ്ടിറ്റി. നമ്മളെക്കാൾ ധനവാന്മാരായ എത്രയോ പേർക്ക് സാധിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ സാധിച്ചു. എൻ്റെ 2 ആൺമക്കൾ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ
അമേരിക്കയിൽ നിന്നും വരുമെന്ന് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് ദീർഘവർഷങ്ങളായി വരുന്നു. പക്ഷെ മക്കളെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കുന്നൊന്നും സ്വപ്നം പോലും നടന്നില്ല. എനിക്ക് അത്ഭുതമാണ് അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, അവരോടൊപ്പം ഇരിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉളവാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത കരം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിൻ്റെ കയ്യിലുള്ളത് എത്രയാണോ അത് കർത്താവിന് കൊടുക്കാൻ നിനക്ക് തയ്യാറുണ്ടോ? ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല. അത് നന്നായി അനുഭവിച്ചറിയുന്നവരാണ് ഞങ്ങൾ. രക്തം ജയം. മലബാറിലൊക്കെ സുവിശേഷ വേലയ്ക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ കടമെടുത്ത് ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ലവ് വയനാട് 94 എൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു യോഗമാണ്. 10 ദിവസം 500-ലേറെ സുവിശേഷകർ. പൈസ തികയത്തില്ലെന്ന് കരുതി ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കടമെടുത്തു. പക്ഷെ ദൈവം ആർക്കും കടക്കാരനായിട്ടില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, എഴുതി വെച്ച് നന്മ തരുന്നൊരു ദൈവമുണ്ട്. രേഖ എഴുതി വെച്ച് നന്മ തരുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. 5 അപ്പം കൊണ്ട് വന്നവരെ മുഴുവൻ പോറ്റാൻ കഴിയുന്ന ദൈവം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ചോദിച്ചു നോക്ക്, അവർക്ക് 100 കഥ പറയാനുണ്ട്. 100 കഥ പറയാനുണ്ട്. അവരുടെ ഇല്ലായ്മയ്ക്കകത്തും കർത്താവിന് വേണ്ടി കൊടുത്തത്, ദൈവദാസന്മാർക്ക് വേണ്ടി കൊടുത്തത്. എൻ്റെ ഇളയ മകൻ്റെ അമ്മായിയപ്പൻ നല്ല ഭക്തനായ ഒരു മനുഷ്യനാണ്, ബ്രദർ വിൽസൺ. ഗൾഫിൽ അവരുടെ വീട്ടിൽ ആളൊഴിയാതെ ആളുകൾ വരുമായിരുന്നു. ഗൾഫിലാണ് അവർ നേരത്തെ പാർത്തിരുന്നത്. ഇന്ന് അവരുടെ മക്കൾ അതിൻ്റെ ഫലം കൊയ്യുകയാണ്. ഓപ്പൺ യുവർ ഹാൻഡ്സ് ഫോർ ഗോഡ്. ലുബ്ധൻ എത്ര ലുബ്ധിച്ചിട്ടും ഒന്നും നേടുന്നില്ല, ഒന്നും നേടുന്നില്ല. എനിക്ക് മാത്യുവിൻ്റെ ഒത്തിരി കഥയറിയാം, ഞാൻ പറയുന്നില്ല. ഗോഡ് ഓണേഴ്സ്. അവൻ ആർക്കും കടക്കാരനല്ല. ചേർന്ന് പാടിയാട്ടെ. അവനൊപ്പം പറയാൻ. പാടുന്ന സഹോദരന്മാർ ഒന്ന് പാടിയാട്ടെ. ഹല്ലേലൂയാ, 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 ആമേൻ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ഹല്ലേലൂയാ, 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 ആമേൻ. 5 യവത്തപ്പം കൊണ്ട് 5000 പേരെ പോറ്റാൻ കഴിവുള്ളൊരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഞെരുക്കത്തിൻ്റെ കാലങ്ങൾ ഓർത്തിരിക്കുക. നമ്മെ ദൈവം നടത്തിയ വഴികൾ നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക, അതിൽ അഭിമാനം കൊള്ളുക. വിസ്കോൺസിനിൽ കെനോഷയിൽ ടൈറ്റസ് മാത്യു എന്നൊരു സഹോദരനുണ്ട്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് 97 അവരുടെ വീട്ടിൽ നടന്നൊരു പ്രാർത്ഥനയിൽ ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുകയായിരുന്നു. ഇന്നും ഓർക്കുന്നു, 26 ഞാൻ പ്രസംഗിച്ചത്. യോഗമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്നെ തൻ്റെ പ്രധാന റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം ആ പ്രധാന മുറിയിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് എന്നെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞ ദൂതിൻ്റെ അർത്ഥമാണിത്.
ഒരു പഴയ ചെറ്റക്കുടിലിൻ്റെ വലിയ ചിത്രമാണ് അവിടെ വെച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഭാര്യ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പാർത്തിരുന്ന ഭവനമാണിത്. ഞാൻ ആ മനുഷ്യൻ്റെ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെ അനുഗ്രഹിക്കാനാണ്? അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിഞ്ഞ് വീട് മേടിക്കാൻ നേരത്ത് അപ്പനോട് പറഞ്ഞു, എനിക്കൊരു ഹെൽപ്പ് വേണം. അപ്പം വിചാരിച്ച് പൈസ ചോദിക്കാനാണ്. അവൻ പറഞ്ഞു, എനിക്ക് ഈ പടം തരാമോ? എൻ്റെ വീട്ടിൽ വെക്കാനാണ്. നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇല്ലായ്മയിൽ നിന്ന് വളർത്തിയെടുത്തൊരു ദൈവം. ആമേൻ. 5 അപ്പം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ എന്നെ നടത്തിയ ദൈവം, എൻ്റെ ഞെരുക്കങ്ങളുടെ നടുവിൽ ഞാൻ നിലവിളിച്ചപ്പോൾ എന്നെ അത്ഭുതകരമായി സഹായിച്ച ദൈവം, ഈ ദൈവത്തിന് അധികാരമുണ്ട് ക്വാണ്ടിറ്റിയുടെ മേൽ. അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിക്കാൻ അവന് കഴിയും. അടുത്ത പാഠം 6-ാം അധ്യായം 13-ാം വാക്യമല്ലേ നാം വായിച്ചത്? 21-ാം വാക്യം. സോറി, എനിക്ക് ആ അത്ഭുതത്തിലെ ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. അവൻ പടകിൽ, ഒന്നുകൂടെ വായിച്ചാട്ടെ. അവിടെ അത് കഴിഞ്ഞിട്ട് ഒരു സെമി കോളനാണ്, കണ്ടോ നിങ്ങൾ? ഒരു സെമി കോളനാണ്. വേദപുസ്തകത്തിലെ കോമ വരെ സൂക്ഷിച്ച് നോക്കിയിരിക്കണം. എന്നിട്ട് പറയാണ്, ഉടനെ പടക്. അവിടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? അവൻ പടകിൽ കയറാൻ അവർ ഇച്ഛിച്ച മാത്രയിൽ. കർത്താവ് പടകിൽ കയറി എന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് പടകിൽ കയറുന്നതിന് മുമ്പ് പടക് ദേശത്തെത്തി. ഹിസ് പവർ ഓവർ നേച്ചർ. രക്തത്താൽ ജയം. കർത്താവിന് പ്രകൃതിയുടെ മേലുള്ള അധികാരത്തെയാണ് യോഹന്നാൻ ഇവിടെ വരച്ചു കാണിക്കുന്നത്. ഏത് പ്രതികൂല കാലാവസ്ഥയുടെ നടുവിലും നമ്മെ അത്ഭുതകരമായി നടത്താൻ കഴിയുന്ന ദൈവം. ചിന്തിച്ചു നോക്കിക്കേ, എത്ര പ്രതികൂല കാലാവസ്ഥയിൽ നാം വാഹനം ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മെ അനർത്ഥങ്ങളിൽ പെടാതെ കാത്തത് അവിടുത്തെ മഹാകരമായിരുന്നു. ആമേ. അവന് അധികാരം വർണ്ണിക്കാൻ കഴിയില്ലാത്ത ഒരു മേഖലയുമില്ല. യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ ഇവനെ കുറിച്ച് എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. രക്തം, ജയം. അവന് അധികാരമില്ലാത്ത ഒരു മേഖലയുമില്ല. പൗലോസ് കൊലോസ് ലേഖനത്തിൽ കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച് കാവ്യാത്മകമായിട്ടാണ് വിവരിക്കുന്നത്. നോക്കൂ, അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 9-ാം അധ്യായം 39-ാമത്തെ വാക്യം. 9-ാം അധ്യായമൊക്കെ മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട അധ്യായമാണ്. ഒരു ചെറിയ അത്ഭുതത്തിന് വേണ്ടി ഒരധ്യായം മുഴുവൻ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുക. ഒരു ചെറിയ അത്ഭുതം വിവരിക്കാൻ. 39-ാമത്തെ വാക്യം നോക്കൂ. ഈ അധ്യായത്തിൽ ഏറ്റവും കാതലായ സംഭവം ഇതായി. അത്ഭുതമല്ല ഇവിടുത്തെ വിഷയം. കർത്താവ് കുരുടരെ സൗഖ്യമാക്കുക എന്നുള്ളത് സാധാരണ കാര്യമായിരുന്നു. ആ സാധാരണ കാര്യത്തിനകത്ത് നിന്ന് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഒരു അധ്യായം മുഴുവനും ഈ ഒരു ചെറിയ അത്ഭുതത്തിൻ്റെ പരിശോധനയാണ് നടക്കുന്നത്. പരീശന്മാർ സംസാരിക്കുന്നത്, അവൻ്റെ അമ്മയപ്പന്മാർ സംസാരിക്കുന്നത്, അവൻ സംസാരിക്കുന്നത്, കർത്താവ് സംസാരിക്കുന്നത്. 5 ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്, വിവരിക്കാൻ സമയമില്ല. കർത്താവിന് പാപത്തിൻ്റെ മേലുള്ള അധികാരമാണ് ഇവിടെ കാണിക്കുന്നത്. ഹിസ് പവർ ഓവർ സിൻ. എത്ര മ്ലേച്ഛനായ മനുഷ്യൻ്റെയും പാപത്തിൽ നിന്ന് അഴിച്ചു മാറ്റാൻ നസ്രയനല്ലാതെ മറ്റാർക്കും കഴിയില്ല. എത്ര ബന്ധിതനായ മനുഷ്യനെയും
അഴിച്ചു മാറ്റാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അവൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡാളസിൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കുക. അപ്പം എനിക്ക് യോഗസ്ഥലത്ത് നേരത്തെ ചെല്ലുന്നത് ഇഷ്ടമില്ലാത്തൊരു ഉപദേശി. അപ്പോൾ ഈ പോകുന്ന വീട് എനിക്കറിയത്തില്ല. ചർച്ചിലെ പാസ്റ്റർ എന്നെ കൊണ്ടുപോവുക. അപ്പോൾ വീട്ടുകാരാരാന്നറിയത്തില്ല. മീറ്റിംഗ് കഴിഞ്ഞ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ ഒരു അമ്മാമ്മ എൻ്റെ അടുത്ത് വന്നു. ഇത് തരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവർ വളരെ വ്യസനം അനുഭവിക്കുന്ന സ്ത്രീ. കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല പൊതുവിൽ. അപ്പം ഞാൻ ശുശ്രൂഷകനോട് ചോദിച്ചു, ഇതാരാ ഈ സ്ത്രീ? അദ്ദേഹം പറഞ്ഞു, ഈ വീട്ടിലെ അമ്മാമ്മയാണ്. ഞാൻ പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറയുന്നല്ലോ പാസ്റ്ററെ, എന്താ ഇവരുടെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, പിന്നെ പറയാം. ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പാസ്റ്റർ അമ്മാമ്മയോട് പറഞ്ഞു, ഈ പാസ്റ്റർ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു അമ്മാമ്മേ. ആ സ്ത്രീ അങ്ങ് പൊട്ടിക്കരഞ്ഞു, അലറിക്കരഞ്ഞു. പറഞ്ഞു, പാസ്റ്ററെ, മുകളിലത്തെ നിലയിലൊരു മുറിയിൽ എൻ്റെ 24 വയസ്സുള്ള മോനുണ്ട്. മുറിക്കകത്ത് അടച്ചിരിക്കുകയാണവൻ. ഭക്ഷണം കൊണ്ട് മുറിയുടെ വാതിക്കൽ വെച്ച് കൊടുക്കും. ആരും നോക്കാത്തപ്പോൾ അവൻ വാതിൽ തുറന്ന് ഭക്ഷണം എടുക്കും. ഒരമ്മയുടെ ദുഃഖം. ഞാൻ പറയും, ഇന്ന് രാത്രി അവൻ്റെ വിടുതലാണ്. എത്ര മണിക്കാണെങ്കിലും അവൻ പുറത്തു വന്ന് പറയും, ഇന്ന് പ്രസംഗിച്ച പാസ്റ്ററെ എനിക്ക് കാണണം. എത്ര രാത്രി ആയാലും നിങ്ങൾ വിളിച്ചോളൂ. അന്ന് രാത്രി 1:30 മണിക്ക് പാസ്റ്റർ എന്നെ വിളിച്ചു, നമുക്ക് ആ വീട്ടിൽ പോകാം. അവൻ പുറത്തിറങ്ങി. അന്ന് രാത്രി അവൻ സൗഖ്യമായി. നമ്മുടെ ആരുടെയും കഴിവല്ല, മറക്കരുത്, വ്യക്തികളുടെ പ്രഭാവമല്ല, നസ്രയൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. രക്തം ജയം. ഇന്ന് പകലിൽ നമുക്ക് പറയാൻ കഴിയണം, ഏതു ബന്ധനവും അഴിക്കാൻ കഴിയുന്ന വലിയ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അവനെപ്പോലെ ആരാധ്യനായിട്ട് ആരുമില്ല. ആരാധനയുടെ ശക്തി. ഇവിടെ ആരോ പറഞ്ഞല്ലോ അന്യഭാഷയെക്കുറിച്ചൊക്കെ. ആത്മനിറവിൻ്റെ ആരാധന ഏത് ബന്ധനത്തെയും അഴിക്കും. ഹല്ലേലൂയ. ആത്മനിറവിൻ്റെ ആരാധനയുടെ ശക്തി. താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൽ എൻ്റെ പേരടിച്ചാൽ 14 ക്ലാസ് ഉണ്ട്. ആത്മനിറവിൻ ജീവിതം എന്ന് പറഞ്ഞു ഒരു ചർച്ചിലെടുത്ത ക്ലാസ്സാണ്. അന്യഭാഷയില്ലെങ്കിൽ പെന്തക്കോസ് ഇല്ല. എബനേസർ, പെന്തിക്കോസ്റ്റൽ, ഇമ്മാനുവൽ അല്ലേ? ഇമ്മാനുവൽ പെന്തിക്കോസ്റ്റൽ ചർച്ച് എന്ന പേര്. പെന്തക്കോസിൻ്റെ ശക്തി അന്യഭാഷയാണ്. പെന്തക്കോസിൻ്റെ ശക്തി കൃപാവരങ്ങളാണ്. അന്യഭാഷയെ വിശ്വാസമില്ലാത്തവർ പോലും ഇന്ന് ഹോളി കയറിയിരിപ്പുണ്ട്. യു ഹാവ് നോ റൈറ്റ് ടു സിറ്റ് ഹിയർ ഇഫ് യു ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. രക്തം ജയം. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വിശ്വസിക്കാതിരിക്കാൻ അവകാശമില്ല. രക്തത്താൽ ജയം. വിവരിക്കുന്നില്ല ഞാൻ അങ്ങോട്ട്. ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ആ വീട്ടിൽ അന്ന് നടന്ന ആത്മീയ ആരാധന ആ യുവാവിൻ്റെ ബന്ധനം അഴിച്ചു. നമ്മുടെ വീട്ടിൽ ആത്മാവിൻ്റെ ആരാധന ഉയരണം. നമ്മുടെ വീട്ടിൽ സ്തുതിയും സ്തോത്രവും ഉയരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയണം. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. ഈ വായടച്ച് ഇരിക്കുന്നത് ഒരു ദുരാത്മാവ്. ഊമനും ചെകിടനുമായ ഈ സഹോദരന്മാരൊക്കെ ഈ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറുമ്പം അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണണം. ഇതൊരു മിനിസ്ട്രിയാണ്. ആളുകൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നതിൻ്റെ ആനന്ദം ഇന്ന് പകൽ നമുക്കത് അനുഭവിച്ചേ മടങ്ങാവൂ. രോഗം മാറും, ക്ഷീണം മാറും, ബന്ധനമഴിയും. ആത്മാവിൻ്റെ ആരാധനയിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓ ഗ്ലോറി. His power over sin.
7-ാമത്തെ പാഠം 11-ാം 43-ാം വാക്യം. മരിച്ചവൻ. നമുക്കറിയാം എന്താ അതിൻ്റെ അർത്ഥം? ഈസ് അതോറിറ്റി ഓവർ ഡെത്ത്. യേശു കർത്താവിന് മരണത്തിൻ്റെ മേലുള്ള അധികാരം. രക്തം ജയം. പിന്നെ പ്രായോഗിക തലത്തിൽ ചിന്തിച്ചാൽ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ, മരിച്ചുപോയ ബന്ധങ്ങൾ പണിയാൻ യേശു കർത്താവിന് കഴിയും. ഐ ക്യാൻ ടെൽ യു ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റോറീസ് എൻ്റെ ശുശ്രൂഷയിൽ. മുറിഞ്ഞുപോയ, തകർന്നുപോയ, ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ എത്രയോ കുടുംബ ബന്ധങ്ങൾ ദൈവം യോജിപ്പിച്ചത് കാണാൻ കർത്താവ് ഭാഗ്യം നൽകി. കർത്താവ് മരണത്തിന്മേൽ ജയമുള്ളവനാണ്. ബന്ധങ്ങളുടെ മരണത്തിൻ്റെ മേൽ അവന് ജയമുണ്ട്. ആരാധനയുടെ മരണത്തിൻ്റെ മേൽ അവന് ജയമുണ്ട്. തോൽവിയില്ലാത്തൊരു ദൈവമേ നമുക്കുള്ളൂ. അവൻ ജയാളിയാണ്. അവൻ ജയാളിയാണ്. യേശുവിൻ്റെ മുൻപിൽ മരണം തോക്കും. ഇതാണ് 7 അത്ഭുതങ്ങൾ. അപ്പം എൻ്റെ വക ഒരു എണ്ണം കൂടെ ഞാൻ പറയാം. 8-ാമത്തെ അത്ഭുതം. ആ അത്ഭുതത്തിനൊരു വൈകാരിക ബന്ധമുള്ള അത്ഭുതം. ആ അത്ഭുതം പൊതുജനത്തിനു വേണ്ടി ചെയ്ത അത്ഭുതമല്ല. ആ അത്ഭുതം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതം. 21-ാം അധ്യായം എടുത്തോളൂ. 21-ാം അധ്യായം 9-ാമത്തെ വാക്യം. കരക്കിറങ്ങിയപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചെയ്ത ഏക അത്ഭുതമാണിത്. എനിക്ക് അത്ഭുതമാണ് അതിൻ്റെ വിഷ്വൽ സൈൻ. എന്താ അവിടെ കണ്ടത്? തീക്കനൽ. ഇതുപോലൊരു തീക്കനലിൻ്റെ മുൻപിലാണ് പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞത്. നമുക്ക് കർത്താവിൻ്റെ ഒരു സ്റ്റെപ്സ് കണ്ടോ? തീക്കനലും അതിൻ്റെ മേലപ്പവും മീനും. തോറ്റുപോയവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. പരാജയപ്പെട്ടവരെ തള്ളിക്കളയാത്ത ഒരു ദൈവം. രക്തത്താൽ ജയം. നോക്കൂ, കർത്താവ് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടും അവർ മീൻ പിടിക്കാൻ പോയി. നമുക്കിത് സംഭവിച്ചിട്ടില്ലേ? എത്രയോ തവണ നാം വഴിമാറിപ്പോയിട്ടുണ്ട്. എത്രയോ തവണ നാം അവിടുത്തെ മഹത്വത്തെ മറന്നു കളഞ്ഞിട്ടുണ്ട്. നാം നമ്മുടെ കഴിവിൽ എത്ര തവണ ആശ്രയിച്ചിട്ടുണ്ട്. ഈ തീക്കനലും ഈ അപ്പവും ഈ മീനും നമ്മോട് പറയുകയാണ്, ഈവൻ ഇഫ് യു ഹാവ് ഫെയിൽഡ്, ഐ ആം ദെയർ ഫോർ യു. നിനക്ക് വേണ്ടി ഞാനുണ്ട് നിൻ്റെ കൂടെ. തോറ്റവരെ തേടി വന്ന ഒരു ദൈവമേ ഭൂമിയിലുള്ളൂ. ബാക്കിയുള്ള സകല ദൈവങ്ങളും നല്ല മനുഷ്യരെ തേടി വന്നതാണെങ്കിൽ, പാപിയെ തേടി വന്ന അരുമനാഥൻ്റെ മഹത്വത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര ക്ഷീണിച്ചിരുന്നാലും നിനക്ക് വേണ്ടി ഒരു മീനും അപ്പവും അവൻ കരുതിയിട്ടുണ്ട്. എത്ര പരാജിതനായാലും അവൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നത് മറ്റാർക്കും വിശ്വസിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ. രക്തം ജയം. ഹല്ലേലൂയ. His power over time. His power over space. His power over quantity. His power over nature. His power over
sin, his power over death, his power over defeated men. ഇന്ന് പകലിലും ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന ചിന്തയിലാണോ കുഞ്ഞെ നീ വന്നത്? കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ഭാരത്തിലാണോ നീ വന്നത്? നിനക്ക് വേണ്ടിയാണ് ഈ ദൂത്. എഴുതി തള്ളിയവരെ പണിതെടുക്കുന്ന ഒരു ദൈവം, തകർന്നു പോയവരെ പണിതെടുക്കുന്ന ദൈവം, തീർന്നു പോയവരെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവം, പരാജയമാണെന്ന് പറയുന്നവരെ ധൈര്യപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഈ പകൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല.